മാഡം നമസ്കാരം. നമസ്കാരം. പിന്നെ നീ ഒന്ന് പറഞ്ഞു, എന്താണ് സംഭവം? നമ്മൾ ഇത് പത്തനംതിട്ട സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിലെ NSS യൂണിറ്റാണ്. നമ്മളുടെ MG യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് കൂട്ടിക്കലിൻ്റെ മണ്ണിൽ അതെ കൂട്ടിക്കലിൻ്റെ മണ്ണിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ NSSൻ്റെ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ നമുക്ക് സ്പെഷ്യൽ ക്യാമ്പിംഗ്, നമുക്ക് റെഗുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്പെഷ്യൽ ക്യാമ്പിംഗ് ഉണ്ട് നാഷണൽ സർവീസ് സ്കീമിന്. അപ്പോൾ റെഗുലർ ആക്ടിവിറ്റീസ് നമ്മൾ കോളേജ് ആ ഒരു ഭാഗത്ത് തന്നെ ഉള്ള കമ്മ്യൂണിറ്റി വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. സ്പെഷ്യൽ ക്യാമ്പിങ് കുട്ടികൾക്ക് ആക്ച്വലി മറ്റുള്ള സമൂഹവുമായിട്ട്, അതായത് സമൂഹവുമായിട്ടൊരു ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആ ഒരു ബോധം, അതായത് നമ്മളുടെ സാമൂഹിക ബോധം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു പ്രോഗ്രാമാണ് വരുന്നത്. അത് 7 ഡേ റെസിഡൻഷ്യൽ ക്യാമ്പാണ്. 7 ഡേ റെസിഡൻഷ്യൽ ക്യാമ്പാണ്. അതിനകത്ത് കുട്ടികൾ ക്യാമ്പിൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കുട്ടിക്കൽ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലാണ് നമ്മുടെ ക്യാമ്പ്. അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് 7 ഡേയ്സ് നമ്മളിവിടെ തന്നെ താമസിച്ച് 7 ദിവസമുണ്ട്. 7 ഡേയ്സ് ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് കുട്ടിക്കലിന് വേണ്ടിയിട്ട് കുട്ടികൾ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച്, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവാസി അസോസിയേഷൻ അതേപോലെയുള്ള സംഘടനകളുമായിട്ടൊക്കെ സഹകരിച്ച് ഇവിടുത്തെ ഈ ഒരു ചുറ്റുപാടുകളിൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന 4 പ്രോജക്ട്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ സ്നേഹാരാമം, കുട്ടികളിൽ പ്രവാസി അസോസിയേഷനുമായിട്ട് ചേർന്ന് പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ടുള്ള സ്നേഹാരാമം പ്രോജക്റ്റ്. നമ്മൾ ഇവിടെ പ്രളയബാധിത പ്രദേശമാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ പ്രളയം ബാധിച്ച് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റിവർ നല്ല ഭംഗിയായിട്ടുള്ളൊരു നദിയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കുറച്ച് ചെടികൾ നേരത്തെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെ പ്രവാസി അസോസിയേഷൻ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ബെഞ്ചുകൾ പണിയുക, ആൾക്കാർക്ക് വൈകിട്ട് വന്നിരിക്കാവുന്ന രീതിയിൽ കുറച്ച് ബെഞ്ചുകൾ പണിതിടുക. പിന്നെ അതിനൊപ്പം തന്നെ അതൊരു പ്രോജക്റ്റാണ്. പിന്നെ ഒരു പ്രോജക്റ്റ് മ്ലാക്കര എന്ന് പറയുന്ന സ്ഥലത്ത് പ്രളയത്തിലൊരു റോഡ് തകർന്നിരുന്നു, പാലമെല്ലാം പോയിരുന്നു. അപ്പോൾ അത് നാട്ടുകാരുമായിട്ട് ചേർന്ന് സഹകരിച്ച് അതിൻ്റെ ഒരു റിനോവേഷൻ കാര്യങ്ങളുമൊക്കെ അത് ചെയ്യുന്നു. പിന്നെയുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ടല്ലോ, ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടെ ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഇപ്പോൾ ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. അതിൻ്റെ ഒപ്പം അവിടുന്ന് നമുക്ക് നല്ല എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ടിട്ടു എക്യുപ്മെൻറ്റ്സ് നമ്മൾ എല്ലാം പെയിൻറ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ സ്കൂളിലൊരു അടുക്കളത്തോട്ടം, വാഴ എല്ലാം നട്ട് അതെല്ലാം വേറെ മറ്റൊരു അടുക്കളത്തോട്ടവും ചെയ്ത്, പിന്നെ അവിടെ കുറച്ച് മണ്ണ് തിട്ട പോലെ ഉണ്ടായിരുന്നു, അതെല്ലാം റെഡിയാക്കി നേരെയാക്കി ഒരു പൂന്തോട്ടം പോലെ നിർമ്മിച്ച്, പിന്നെ അവിടുത്തെ ഫർണിച്ചേഴ്സ്, പെയിൻറ്റിങ്, അങ്ങനെ 4 പ്രോജക്ട്സ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ക്രിസ്മസ് ഇവിടെയാണ്. നമ്മൾ 50 കുട്ടികളും പ്രോഗ്രാം ഓഫീസർ. എൻ്റെ പേര് രാജശ്രീ, പ്രോഗ്രാം ഓഫീസറാണ്. വൈകിട്ടായിരുന്നു 4 മണിക്ക്.
老板。